കൊപ്പത്തെ എംഇയുടെ ഔട്ട്ലെറ്റ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിലാക്കിക്കൂടെ? എന്താ അദ്ദേഹത്തിന്റെ പേരിലാക്കാൻ അദ്ദേഹത്തിന് ഇത്ര മടി? എല്ലാം ബിനാമികളുടെ പേരിലാവണോ? കോഴിക്കോട്ട് ഹൈലൈറ്റ് മാളിലെ എംഇയുടെ മറ്റൊരു ഷോപ്പ്, ഒരു എംഇയുടെ ഷോപ്പ് തുടങ്ങാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഏറ്റവും ചുരുങ്ങിയത് 35 ലക്ഷം രൂപയാണ്. അവർ പല സ്ഥലത്തും പല ആളുകളിൽ നിന്നും എംഇ വാങ്ങിയിട്ടുള്ളത് 35-40 ലക്ഷം രൂപ. എന്നിട്ട് അവർ തന്നെ വന്ന് അതിന്റെ എല്ലാ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. 2 ഷോപ്പ് തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപയായി? 70 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് വേണ്ടേ? ഇനി വേറെ വരുന്നുണ്ട്, അതിന്റെ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എംഇ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ഇദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോടിപ്പോ വ്യക്തമാക്കാൻ കഴിയാത്തത് അതിനുള്ള രേഖകൾ പൂർണ്ണമായിട്ടും നമ്മളുടെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ്. ഏതായാലും 2 ഷോപ്പ് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് വന്നല്ലോ. ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് അദ്ദേഹം നിഷേധിച്ചത്? ഇതിനൊക്കെയുള്ള പണം എവിടെ നിന്നാണ്? ഇതിനൊക്കെയുള്ള പണം മുസ്ലിം യൂത്ത് ലീഗിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടന പല ഘട്ടങ്ങളിൽ പിരിച്ച ഭീമമായിട്ടുള്ള തുക, അത് ഇവരെല്ലാവരും കൂടി എന്ന് ഞാൻ പറയുന്നില്ല, ഫിറോസിന്റെ കൗശല ബുദ്ധി കൊണ്ട് അതിൽ നിന്ന് വലിയ മുക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു കത്തുവ ഉന്നവ ഫണ്ട്. കത്തുവ ഉന്നവ ഫണ്ടിന് വെള്ളിയാഴ്ച പള്ളികളിൽ നിന്ന് വരെ പിരിവ് നടത്തിയിരുന്നു. കോടികൾ സമാഹരിച്ച് കിട്ടിയിരിക്കണം. എല്ലാവരും ബാങ്ക് മുഖേനയല്ല അന്ന് പണം അയച്ചത്. സംഘടിപ്പിക്കുകയും അത് പിന്നീട് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാതലങ്ങളിൽ വെച്ച് കൈമാറുകയുമാണ് ഉണ്ടായത്. എന്നിട്ട് അവർ പറഞ്ഞത് 16 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. കത്തുവ ഉന്നോവ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതിൽ വലിയ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം കോടതി അത് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കുറച്ച് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ഇപ്പോഴും വെക്കേറ്റ് ചെയ്തിട്ടില്ല. വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പരാതിക്കാരൻ. ധോത്തി ചാലഞ്ചിന്റെ കാര്യം, 2,72,000 തുണികളാണ് രാംരാജിൽ നിന്ന് ഇവർ വാങ്ങിയത്. 2,72,000 ധോത്തികൾ. ഇവർ പറഞ്ഞിരുന്നത് 725 രൂപ റീറ്റെയിൽ വിലയുണ്ട് എന്ന സ്റ്റിക്കർ ഇതും ഒട്ടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ തുണി, ആ തുണിക്ക് യഥാർത്ഥത്തിൽ 200 രൂപ പോലും വിലയുണ്ടായിരുന്നില്ല. അത് അവർക്ക് സമ്മതിക്കാം, കാരണം 200 രൂപയെ അതിന് വില ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ചാലഞ്ചിലൂടെ ഉദ്ദേശിച്ചത് പണം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. പണം സ്വരൂപിക്കുക, ഞങ്ങളുടെ പ്രവർത്തനത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് അവർക്ക് പറയാം. അല്ലെങ്കിൽ ജലീൽ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങൾ രാംരാജിൽ നിന്ന് 2,72,000 ധോത്തി വാങ്ങിയപ്പോ അതിന് അവര് തന്ന ബില്ലിതാ എന്ന് പറഞ്ഞ് കാണിക്കണ്ടേ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ രാംരാജ് ഇവർക്ക് കൊടുത്ത ബില്ല് കാണിക്കണം. അല്ലാതെ 725 രൂപ എന്ന സ്റ്റിക്കർ 200 രൂപ പോലും വിലയില്ലാത്ത തുണിയിൽ ഒട്ടിച്ച് ആളുകൾക്ക് കൊടുക്കുകയല്ല വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇട്ട പോസ്റ്റ്, 3 വർഷം മുമ്പ് ഇട്ട പോസ്റ്റിൽ ഇപ്പോഴും അതിന്റെ കമന്റ് ബോക്സിൽ ചെന്നാൽ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം കാണാം.